എവരിവൺ, വാസ്റ്റ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നമുക്ക് ഇപ്പോൾ അറിയാം ഒരുപാട് ഡിസ്റ്റൻസ് ഡിഗ്രി നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ മാതൃഭാഷയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ മലയാളത്തിൽ നമുക്ക് ഇതിനകത്ത് എക്സാം എഴുതാം. ഇനി ലാംഗ്വേജ് ബുദ്ധിമുട്ടാണെന്നുള്ള പേരിൽ നിങ്ങൾ ഡിഗ്രി ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ട. നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 1 ഇൻടേക്കേ ഉള്ളൂ. അത് ജൂണിലാണ്. അപ്പോൾ ജൂൺ ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾ അഡ്മിഷനൊക്കെ എന്തായാലും കൺഫേം ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ഓൺലൈൻ വഴിയായിരിക്കും അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്തെങ്കിലും എറർ വന്നാൽ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ഈ സർവീസ് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ രജിസ്ട്രേഷൻ്റെ ടൈമിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട പ്രൂഫ് എന്ന് പറയുന്നത് SSLC +2 നിങ്ങളുടെ ID പ്രൂഫ്, ഒരു ഫോട്ടോ, ഈ പ്രൂഫൊക്കെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അക്കാഡമിക്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക. തിയറി ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും അസൈൻമെന്റ് ആണെങ്കിലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കൊരു ഡേറ്റ് തരും. ഈ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ എക്സാമിനെ തന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഓൾമോസ്റ്റ് ഡൗട്ടൊക്കെ നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.